നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വാഴ കായേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അനർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ അടിപൊളി കാഴ്ച കാണിക്കാൻ പോകുന്നത്, അതായത് നമ്മൾ വാഴ വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും സ്ഥിരം വ്യൂവേഴ്സിനെല്ലാം അറിയാം, നമ്മൾക്ക് ഒരു വാഴത്തോട്ടം വാഴ കൃഷിയൊക്കെ ഉണ്ടെന്നുള്ളത്. അതെ, അപ്പോൾ വ്യത്യസ്തമായ ഒരു വാഴക്കൊലയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. സാധാരണ അങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്നതല്ല. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുത്ത് തീർക്കണം. അതായത് നമ്മൾ വെച്ച വാഴ അങ്ങ് വലുതായി പൊങ്ങിപ്പോയിട്ട് അതിൻ്റെ മണ്ട കൂമ്പടച്ചിട്ട് വാഴക്കൊല ഒരു പകുതി കണ്ട് സെൻറ്ററിൽ നിന്ന് കൊല ചാടി വന്നേക്കുന്നു. നമ്മളത് വെട്ടിക്കളയാൻ നിൽക്കുമായിരുന്നു, അതിനിടയ്ക്കാണ് കൊല ചാടി വന്നേക്കുന്നത്. കാണിക്കാം, മഴ വരുന്നത് പെട്ടെന്ന് എടുത്തു. അപ്പം ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വലിയ വാഴ. ഈ വാഴയുടെ എവിടെയാണ് കൊല എന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ ഇതുണ്ടോ കൊല വന്ന് നിൽക്കുന്നത്. ഞങ്ങളിത് വെട്ടിക്കളയണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞേച്ച് ഇതിന് ചോട്ടിൽ നിന്ന് പോയതേ ഉള്ളൂ. പിറ്റേ ദിവസം ഇതിലെ കൊല ചാടി വന്നു. അതാണ് വാഴ കേട്ട് വാഴയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഇത് എത്ര പടലുണ്ടെന്ന് അറിയോ? 1 2 3 4 പടല നിലവിൽ കാണാറായിട്ടുണ്ട്. ഏത്തവാഴയാണ്. ഇത് കണ്ടോ, അതിന്റെ തണ്ട് പൊട്ടിയിട്ട് ഇതുണ്ട്. ഇതിനിടയ്ക്ക് ഒന്ന് കയറി വന്നേക്കുന്നത് ഒരു അപൂർവയിനം വാഴക്കൊല എന്ന് വേണേൽ പറയാം. ഇതിന് ഒരുപാട് കാഴ്ചക്കാരൊക്കെ ഒരുപാട് പേര് ഇതിനോടകം തന്നെ വന്ന് സന്ദർശിക്കുകയുണ്ടായി. 2-3 പേര് വന്ന് സന്ദർശിച്ചു. പുറത്തുനിന്ന് ഒരു കട്ടപ്പനയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് ഇത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു അത്ഭുത കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. എന്താ പറയുക, വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമ്മുടെ വാഴക്കൊല മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേന്ദ്രമായിട്ട് നമ്മുടെ പറമ്പ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വാഴക്കൊല കാണാനായിട്ടും സന്ദർശിക്കാനായിട്ടും എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കും വേണം കാണാം ഈ അത്ഭുതം. ഫോട്ടോ എടുക്കാം, അതെ, ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം. അതെ, ഈ വാഴക്കൊല ആർക്കും വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. പണ്ട് നമ്മൾ എങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞ വാഴയെന്ന് വാഴക്കൊല ഉണ്ടായി വന്നത്. പക്ഷെ നിൽക്കുന്ന വാഴ ഉണ്ടായി വരുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. അല്ല, ഇത് ആദ്യമായിട്ട് കാണുക. ഞാൻ അത് കണ്ടതുമല്ല, അത് കേട്ടതാ. ഇവ നിൽക്കുന്നുണ്ട്, മണ്ട കൂമ്പ് എല്ലായിട്ട് ഫുള്ളായിട്ട് ഇത്രയായി. ഇവള് പറഞ്ഞത് ചീഞ്ഞൊന്നും പോകുന്നില്ല. അതിന്റെ ആ ഇത് കൂട്ട തൊല്ലി മറ്റേ പോളാ ചീഞ്ഞു പോയത്. ഇവിടെ നിന്ന് മിക്കവാറും മൂക്കുമായിരിക്കും അല്ലേ? ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ. നമുക്ക് ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ കാണാനായിട്ട് വരുന്നുള്ളതുകൊണ്ട് ഇനി അവരാരെങ്കിലും ഇത് അടത്തി മാറ്റി തൊട്ടുപിടിച്ചൊക്കെ കളയോന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. നമുക്ക് ഇവിടെ വേലി കെട്ടാം, എന്നിട്ട് അകലെ നിന്ന് കണ്ടാ മതി. ഇത് മാറ്റി നിർത്താൻ, കാരണം ഇച്ചിരി അകലെ നിന്ന് കാണാൻ തൊടാതെ കണ്ടിട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യാം നമുക്ക്. അല്ല, ഇത് വലുതാ, എത്ര വരെ വലുതാവും നോക്കാം നമുക്ക്. അല്ല, ഇത് വെട്ടിക്കളയണ്ട. മൂക്കോന്നറിയാം, ഇവിടെ നിന്ന് മൂക്കുവാണെങ്കിൽ എന്തായാലും ഓരോ ദിവസവും ഇതിന്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നത്. ആദ്യം കണ്ടുപിടിച്ചത് അളിയനാട്ടോ. അളിയൻ ഇന്ന് അതാണ് പറഞ്ഞത്, കട്ടപ്പനക്കാർ വന്ന് കണ്ടിട്ട് പോയെന്ന് കേട്ടോ. അവരാ കണ്ടുപിടിച്ചത്, നമ്മള് കണ്ടില്ലായിരുന്നു. അല്ല, അന്നേരം ഞങ്ങളെല്ലാം വിചാരിച്ചു ഇവിടുന്ന് എന്തോ എടുത്ത് കുത്തി വെച്ചതാണ്. പെട്ടെന്ന് അങ്ങനെ വിചാരിക്കുള്ളൂ. ആൾക്കാരൊന്നും സംശയം തോന്നരുത് കേട്ടോ. ഇത് കാണിച്ചിട്ട് കുത്തി വെച്ചതൊന്നുമല്ലേ, നല്ലപോലെ സൂം ചെയ്തുണ്ടോ. ഇത് ഇതുണ്ട്, വാഴ പൊട്ടി കീറിയേക്കുന്നുണ്ടോ? ഇതുണ്ട്. അല്ല, കുത്തി പോയതാണെങ്കിലും കുത്തി വെച്ചാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വലുതായി വരും. കാണിക്കാം. കുത്തി വെച്ചതാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും. കുത്തി വെച്ച അല്ലാത്തോണ്ട് അല്ല, ഇത് കണ്ടോ, ഈ സാധനം നല്ല കട്ടിയുണ്ടല്ലേ. കുത്തി വെച്ചാൽ കൊല ഇരിക്കുകയാണ്, ഒരു കുഞ്ഞു കൊലയല്ലേ, നല്ല അടിപൊളി. ഇതിന്റെ വാഴച്ചുണ്ട് നമുക്ക് കറി വെക്കാൻ കേട്ടോ. എടുക്കല്ലേ, അങ്ങനെ കാണാനാ കൂടി നിൽക്കുന്നല്ലേ. ഇത് ഒടിഞ്ഞു പോകുന്ന സംശയമുണ്ട്. ഇല്ല, ഇത് പതുക്കെ ബലമായി വരുന്നുണ്ട്. ഇത് പുറത്തേക്ക് തണ്ടി ചാടിയോണ്ടേ ഈ തണ്ടി അത്യാവശ്യം ബലം വരുന്നുണ്ട്. കാരണം അവിടുന്ന് മണ്ടേന്ന് ചാടുന്ന ആ ഒരു വണ്ണമൊന്നും കിട്ടുന്നില്ലെങ്കിലും വണ്ണമില്ല. അത്രയും വലിയൊരു വാഴക്കേ മുഴുത്തൊരു ഇത് കൂടി വരേണ്ടതല്ലെന്നോ. അതെ. അപ്പൊ ഇതാണ് നമ്മൾ ഒരു അടിപൊളിയായിട്ടൊരു കാഴ്ച എന്ന് പറയാനായിട്ട്. ഇത് നമ്മളാദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ ഒരു കൊല ഉണ്ടായി കാണുന്നത്. വെട്ടിവിട്ട വാഴുന്ന നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അല്ലേ അമ്മി? വെട്ടിക്കളഞ്ഞ വാഴുന്ന കൊല ഉണ്ടായിട്ടില്ലേ? അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. വെട്ടിക്കളഞ്ഞ വാഴുന്ന അതാ ഞാൻ ന്യൂസ് കണ്ടത്. പക്ഷെ അതെനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഒരു മിനിറ്റ് മമ്മി, ഇച്ചിരി കൈ കാണാനുള്ളത്. അപ്പൊ നമ്മുടെ വാഴക്കൊല തേനൊക്കെ ഉണ്ടെന്നായിരുന്നു കേട്ടോ തോന്നി. അതൊക്കെ തേനുണ്ട്, ഇതുണ്ട്. നിങ്ങൾ നല്ലപോലെ സൂം ചെയ്ത് കാണിച്ചിലേക്ക് ആരെങ്കിലും സംശയം പറയും കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ സൂം ചെയ്ത് കാണിക്കുന്നത്. എന്തോ തേന കൊലിച്ചു പോയി മഴയത്ത്. ഭയങ്കര മഴയല്ലേ, അമ്മാതിരി മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാഴ ആർക്കെങ്കിലും വേണമെങ്കിൽ അതെ, ഇത് അങ്ങനെ നമ്മൾ കൊടുക്കത്തില്ല. കാരണം ഇത് വില കൂടുതലാണ്. വില കൂടുതലല്ല, ഇതൊരു അപൂർവ ഇനം കാഴ്ചയായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാഴക്കൊല കൊടുക്കുന്നൊന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വാഴ കായേ ഉണ്ട് നമ്മുടെ. എന്നാൽ വാഴയ്ക്ക് മണ്ടയിലേക്ക് ഇനി മണ്ടേ കൂടെ കൊല വരുമോ? അല്ല, എന്നാള് കണ്ടായിരുന്നല്ലോ കുറെ കൊല വന്നേക്കുന്ന വാഴ. അതെങ്ങനെ വന്നെന്ന് അറിയത്തില്ല. അതായത് ഈ പിള്ളേര് വാഴകൃഷിയൊക്കെ ഉള്ളവരിങ്ങനെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കൃഷി പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ ഈ നടുക്കൂടെ തുളഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ആയിരക്കണക്കിനല്ല 10,000 കണക്കിന് വാഴ വെച്ചിട്ടുണ്ട്. പക്ഷെ
നടുക്കൂടെ തുളഞ്ഞ വാഴ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ആ, ഇവരൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇല്ല, മമ്മി ആദ്യമായിട്ട് കാണുവാ. അതെല്ലേ, വെട്ടിവിട്ട വാഴയെന്ന്. കൊല വന്നു. അതായത് നമ്മൾ ഇപ്പം ഈ കൊല്ലയുടെ സ്ഥാനത്ത് ഇവിടെയൊക്കെ വെച്ചിട്ട് വെട്ടിക്കളയുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കൊല ചാടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നന്നാവൂല. ഇങ്ങനെ വന്ന് പന്ന ഇതും റെഡിയാവത്തൊന്നുമില്ല. ഇതും അങ്ങനെ തന്നെയായിരിക്കും. ആ, ഇത് പോകുന്നല്ല, ഇതിങ്ങനെ പരട്ട കൊലയായിട്ട് വന്നിട്ട് പോവും. മറ്റേത് നല്ല അടിപൊളി കൊല ഉണ്ടാകേണ്ടതല്ലേ, ഇത്രയും മുഴുത്ത വാഴയല്ലേ, ഭയങ്കര മഴയല്ലേ. ഇത് നമ്മൾ നട്ട് നനച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വലുതായത്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ടെന്ന് പറയണേ? ഇവിടെ പൂരം മഴ, നല്ല തണുപ്പ്. പൂരം മഴയോ? അതിനാ മഴയോ? പൂരവും മഴയുണ്ടോ? പൂരം മഴ. പൂരം മഴ, ആ, അങ്ങനെയും പറയൂ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഒരു വാഴ വിശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ആരുടെയെങ്കിലും അവർ ഇങ്ങനത്തെ കൊലകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണാത്തവർക്ക് പുതിയ കാഴ്ചയാണ്, കണ്ടവർക്ക് പഴയ കാഴ്ച. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വാഴയൊക്കെ ആണെങ്കിലും കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതാണ്. വേണ്ട, വീണ്ടും നീട്ടുവാണ് വീഡിയോ. എന്നാ അപ്പോഴേ ഇവളെന്തോ ആലോചിച്ചു. എനിക്ക് ഒരു ഡൗട്ട് തോന്നിയതാ. പൂമ്പടഞ്ഞ വാഴ ഇങ്ങനെ വെട്ടിക്കളയണം, വാഴക്കൊല ഉണ്ടായി വന്നാനേലോ. അതൊന്നും പറയാൻ പറ്റിയല്ലോ. ചിലപ്പോ കൊല അടിയിൽ പോകുന്നതിന് ശേഷമായിരിക്കും മണ്ടേ പൂമ്പടഞ്ഞേക്കുന്നത്. മണ്ടയിലല്ലേടയാ. എന്നാലും ഇത് ഇടയ്ക്കൂടി പൊട്ടി കീറി ഇത്രയും വിഷമിച്ചിട്ട് ചാടി വന്നാണ് കണ്ട് ഇത്രയും പൊട്ടി കീറണം. ഒരാളും കൂടെ ഉണ്ടായിരുന്നു വാഴയുടെ കുറ്റം പറയാൻ. അതെ, ആ, ഞങ്ങൾ രണ്ടുപേരും കുറ്റം പറഞ്ഞാണ് കേട്ടോ വാഴ കായ്ച്ചത്. മണ്ട നമുക്ക് വെട്ടിക്കളയാം, അത് അത്രയും മൊത്തം കൂമ്പടച്ചു പോയി, ഇനി നിർത്തിയിട്ട് കാര്യം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. അത് ഇതാണ് നമ്മളിവിടെ പുതിയ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, എന്തി വാഴ വിത്ത് വീഡിയോ വന്നപ്പോൾ കാണുന്നില്ല. ആ, ഇത് സുഹൃത്തുക്കൾ, ഇതുണ്ട് വാഴ വിത്ത്. അപ്പുറത്ത് നമ്മുടെ വാഴ ഒരു പകുതി 3 മാസം വളർച്ചയായിട്ടുണ്ട് അപ്പുറത്തെ വാഴ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.